നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഏട്ടാ എന്താ ഏട്ടാ സച്ചിൻ എന്താ പറ്റിയത്? ഏട്ടനോ അച്ഛനോ സച്ചിനെ വഴക്കൊല്ലും പറഞ്ഞോ? അങ്ങനെ വഴക്കൊന്നുമില്ലടാ. ഇന്ന് അവൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ അച്ഛൻ പോകണ്ടെന്ന് പറഞ്ഞു. അതിഷ്ടപ്പെടാതെ അവൻ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. പിന്നെ ഈ വിവാഹത്തിനുണ്ടാവില്ല എന്ന രീതിയിലാണ് കുറച്ച് ദിവസമായിട്ടുള്ള സംസാരമൊക്കെ. ആ ദേഷ്യത്തിൽ അവൻ ഈ കാർ ഇവിടെ ഇട്ടിട്ട് എവിടേക്കെങ്കിലും പോയതാവും. അവൻ നാളെയും തിരിച്ചു വരും, എനിക്ക് ഉറപ്പാത്. സച്ചിദാനന്ദന്റെ ഫോണല്ലാതെ മറ്റൊന്നും കാറിൽ നിന്ന് കിട്ടിയില്ല മാഡം. ഇത് അയാൾ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് പോയതാണെന്ന് തോന്നുന്നില്ല മാഡം. കാരണം ചാർജുള്ള ഫോൺ മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ചെയ്ത് ഡാഷ്ബോർഡിനുള്ളിലാണ് വെച്ചിരുന്നത്. നമ്പർ ട്രേസ് ചെയ്യാതിരിക്കാൻ ഇങ്ങനെ ചെയ്തതാണെന്നാണ് തോന്നുന്നത്. ആ മിന്നൽ ബിജു എന്ന് പറയുന്നവന്റെ ടവർ ലൊക്കേഷൻ കിട്ടിയോ? എടുത്തായിരുന്നു. ഈ പരിസരത്തുള്ള ഒരു ടവർ ലൊക്കേഷനിലും അവൻ വന്നതായി തെളിവുകളൊന്നുമില്ല. അവന്റെ ഫോണിന്റെ ലാസ്റ്റ് ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് അവന്റെ വീടിന്റെ പരിസരത്താണ്. എന്നാ അവൻ വീട്ടിലുമില്ല. എന്തായി മാഡം, എന്തെങ്കിലും വിവരം കിട്ടിയോ? ഫോൺ കാറിനകത്തുണ്ടായിരുന്നു. സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലാണ് കിട്ടിയത്. കാർ ഇവിടെ ഇട്ടിട്ട് മറ്റാരുടെയെങ്കിലും ഒപ്പം പോയതാണോന്നും അറിയില്ല. ഇതിനകത്തൊന്നുമില്ല. അദ്ദേഹം ഒരു ബിസിനസ്മാൻ അല്ലേ? അയാളെ ആരെങ്കിലും തട്ടിക്കാണും. സന്ദീപേ, മോനെ സന്ദീപേ, എന്താ നന്ദനാ ഫോണില് നിന്നെ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഹലോ. ആ എടാ, നീ ഒന്ന് വേഗം ഇതുവരെ വന്നേ. രാവിലെ ഓഫീസിലേക്കെന്ന് പറഞ്ഞു പോയ സച്ചി ഇതുവരെ കാണുന്നില്ല. വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് പോലീസിൽ പരാതി കൊടുത്തിരിക്കുക. അവരന്വേഷിക്കുന്നുണ്ട്. പോലീസ് അവന്റെ കാറ് കണ്ടെത്തിയിട്ടുണ്ട്. സച്ചി എവിടെയാണെന്ന് അറിയത്തില്ല. നീ വേഗം ഇങ്ങോട്ട് വന്നേ. ഞാൻ നിനക്ക് ലൊക്കേഷൻ അയച്ചു തരാം. ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. ആ ഞാൻ വരുന്നു. എന്താ മോനെ? എന്താ പ്രശ്നം? എന്താ സന്ദീപേ മോനെ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. നിങ്ങൾ ഇവിടെ ഇരിക്കാം, ഞാൻ വിളിക്കാം. മോനെ എന്താ പ്രശ്നമുണ്ടല്ലോ? മാഡം, കാറിനകത്ത് ബലപ്രയോഗം നടന്നതായി സൂചന ഒന്നുമില്ല. അപ്പൊ ഇതോ? ഇത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനാണെങ്കിലോ?
കരയണ്ട. ഏട്ടൊന്നും സംഭവിച്ചു കാണില്ല. ഏട്ടൻ തിരിച്ചു വരും. ഏട്ടാ എന്താ ഏട്ടാ, സച്ചിന് എന്താ പറ്റിയത്? ഏട്ടനോ അച്ഛനോ സച്ചിനെ വഴക്കുമല്ലും പറഞ്ഞോ? അങ്ങനെ വഴക്കൊന്നുമില്ലടാ. ഇന്ന് അവൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ അച്ഛൻ പോകണ്ടെന്ന് പറഞ്ഞു. അതിഷ്ടപ്പെടാതെ അവൻ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. പിന്നെ ഈ വിവാഹത്തിനുണ്ടാവില്ല എന്ന രീതിയിലാണ് കുറച്ച് ദിവസമായിട്ടുള്ള സംസാരമൊക്കെ. ആ ദേഷ്യത്തിൽ അവൻ ഈ കാർ ഇവിടെ ഇട്ടിട്ട് എവിടേക്കെങ്കിലും പോയതാവും. അവൻ നാളെയും തിരിച്ചു വരും, എനിക്ക് ഉറപ്പാത്. ശരി സാർ, അങ്ങനെ തന്നെ ചെയ്യാം. പകലിനേക്കാൾ രാത്രിയാണ് നല്ലത്. സാർ ടെൻഷൻ ആവണ്ട, ഞാനിതിന് പരിഹാരം കണ്ടോളാം. എല്ലാം നമ്മുടെ പ്ലാൻ പോലെ തന്നെ നടന്നിട്ടുണ്ട്. കാറ് കണ്ടെത്തിയത് ഇതുമായിട്ട് എന്താ ബന്ധം? അവർക്ക് ഇവിടേക്ക് വരാനുള്ള ഒരു തെളിവ് പോലും നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ. അതൊക്കെ ശരി തന്നെ. എന്തോ ധനുഷ് സാറിന് ഒരു പേടി. ഇതിനേക്കാളും സേഫായ സ്ഥലം ഇനി ഏതാ? ഇവിടെ ഈ കാടിനകത്തുള്ള ഏതോ ഗോഡൌണിലേക്ക് എത്തിക്കാനാ സാറ് പറഞ്ഞത്. ലൊക്കേഷൻ അയച്ചുതരാമെന്നും പറഞ്ഞു. അവിടേക്ക് മാറ്റണം, ഇപ്പൊ തന്നെ. മാറ്റം ചെല്ല്, അവനെടുത്ത് വണ്ടി കയറ്റ. നമുക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങണം. ശരി. നാളെ ഉച്ചവരെ നമ്മളെ ഏൽപ്പിച്ചതല്ലേ ഇവനെ പൂട്ടിയിടണമെന്നുള്ളത്. അത് നമ്മൾ മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടല്ലോ. അതിനിടയ്ക്ക് അയാളുടെ അഭിപ്രായം കേൾക്കാൻ പോകുന്ന എന്തിനാ? പൈസ മുടക്കുന്നതല്ലേ, പറയുന്ന കേട്ടല്ലേ പറ്റൂ. പൈസ മുടക്കുന്നു പറഞ്ഞ് എന്ത് മണ്ടത്തരവും കേൾക്കേണ്ട ഒരു അവസ്ഥയാണല്ലോ നമ്മളുടേത്. എന്നാലും ഇവൻ ഈ കാറും അവിടെ കൊണ്ടിട്ടിട്ട് എവിടെ പോയി? ഫോണും അതിനകത്തുണ്ടെന്ന് പറയുന്നു. എന്റെ ബലമായ സംശയം കാറും അവിടെ കൊണ്ടിട്ടിട്ട് ഫ്രണ്ട്സുമായിട്ട് എവിടെയോ പോയെന്നാ. അതുകൊണ്ടാവും അർച്ചനെ വിളിച്ചൊന്നും പറയാത്തത്. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞിന് ആപത്തൊന്നും വരുത്തല്ലേ. ആലോചിച്ചിട്ട് ഒരു സമാധാനവും ഇല്ല എനിക്ക്. ഏട്ടത്തി വിഷമിക്കാതിരിക്കും, സച്ചേട്ടനൊന്നും സംഭവിക്കില്ല. അതന്നെ എന്റെ മനസ്സിൽ. എന്താ അച്ഛാ, സച്ചിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല മോളെ, കാറ് കണ്ടെത്തിയ സ്ഥിതിക്ക് സച്ചിയെ കണ്ടെത്താൻ എളുപ്പമാവുന്ന പോലീസൊക്കെ പറയുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.